കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണ്? സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാരാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാൻ തോന്നാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? സ്വാമിത്തോപ്പാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമി അല്ലേ, അത് കണക്ട് ചെയ്താൽ പോരെ. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ്. വൈകുണ്ഠ സ്വാമി, സ്വാമിത്തോപ്പ്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ്. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. എന്താണ് അറിയപ്പെടുന്നത്? മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ചോദ്യം, മുടിചൂടും പെരുമാൾ എന്നതിന്റെ അർത്ഥം എന്താണ്? കിരീടം ചൂടിയ മഹാവിഷ്ണു. മുടിചൂടും പെരുമാൾ എന്നതിന് അർത്ഥമാണ് കിരീടം ചൂടിയ മഹാവിഷ്ണു. കിരീടം ചൂടിയ മഹാവിഷ്ണു. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എന്തു പറഞ്ഞു? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. ചോദ്യം എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അടുത്ത ചോദ്യം, വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ചോദ്യം, വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? നിഴൽ താങ്കൾ. എന്താണ്? നിഴൽ താങ്കൾ എന്ന പേരിലാണ് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച സ്കൂൾ അറിയപ്പെടുന്നത് എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച സ്കൂൾ അറിയപ്പെടുന്നതാണ് നിശാ പാഠശാല. എന്താണ്? നിശാ പാഠശാല എന്നാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച സ്കൂളുകൾ അറിയപ്പെടുന്നത്. എന്താണ്? നിശാ പാഠശാല. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണം എന്നും പരിഹസിച്ച നവോത്ഥാന നായകൻ ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണം എന്നും പരിഹസിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ നവോത്ഥാന നായകൻ, അതെ, വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, സാമൂഹ്യ വിപ്ലവകാരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. എന്താ ചോദ്യം? സാമൂഹ്യ വിപ്ലവകാരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എന്തറിയപ്പെട്ടു? സാമൂഹ്യ വിപ്ലവകാരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠ സ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങ് എന്താണ്? തൂവയൽ പന്തി കൂട്ടായ്മ.
ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങാണ് തൂവയൽ പന്തി കൂട്ടായ്മ. എന്താണ് തൂവയൽ പന്തി കൂട്ടായ്മ? അടുത്ത ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവ സമയത്ത് അവർണരുമൊത്ത് തേരുവലിച്ച നവോത്ഥാന നായകൻ, തേടിയല്ല തേരുവലിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 1833 ശുചീന്ദ്രം രഥോത്സവ സമയത്ത് അവർണരുമൊത്ത് തേരുവലിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യ സാമൂഹ്യ സംഘടനയായ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ സംഘടനയായ സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, 1837 വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ ഭരണാധികാരി. എപ്പോഴാണ്? 1837 വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ, ഏത് ജയിലാണ്? ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. ആരാണ്? സ്വാതി തിരുനാളാണ്. അടുത്ത ചോദ്യം, എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മുന്തിരി കിണർ നിർമ്മിച്ച നവോത്ഥാന നായകൻ. എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മുന്തിരി കിണർ നിർമ്മിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, വേല ചെയ്താൽ കൂലി കിട്ടണം. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് മനുഷ്യന്. ആരുടെ വാക്കുകളാണ്? എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണം. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് മനുഷ്യന്. ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. ആരുടെ വാക്കുകളാണ്? വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. അടുത്ത ചോദ്യം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം അറിയാവുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. എന്താ ചോദ്യം? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാന്ന് നമ്മൾ പഠിച്ചു? ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ഉത്തരം അറിയുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. എവിടെയാണ്? ചെമ്പഴന്തി. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആര്? ആരാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്? ജി ശങ്കരക്കുറുപ്പാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഈ ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു പ്രത്യേകത അല്ലേ? എന്താണ്? എന്താ ജി ശങ്കരക്കുറുപ്പിന്റെ പ്രത്യേകത? ജ്ഞാനപീഠ ജേതാവല്ലേ? ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. എപ്പോഴാണ്? 1965. എപ്പോഴാണ് ജ്ഞാനപീഠം ലഭിച്ചത്? 1965 ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ ആണല്ലോ. ശ്രീനാരായണ ഗുരു ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? എവിടെയാണ്? അഞ്ചുതെങ്ങ്. എവിടെയാണ്? അഞ്ചുതെങ്ങ്. ഈ അഞ്ചുതെങ്ങ് എന്നുള്ള പേരെപ്പോഴേലും കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിലെ ആദ്യത്തെ കലാപം. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. ശ്രീനാരായണ ഗുരു ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? അഞ്ചുതെങ്ങാണ്. എവിടെയാണ്? അഞ്ചുതെങ്ങ്. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം കൈവന്ന സ്ഥലം എവിടെയാണ്? മരുത്വാമലയിലാണ്. എവിടെയാണ്? മരുത്വാമല. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം കൈവന്ന സ്ഥലമാണ് മരുത്വാമല. അടുത്ത ചോദ്യം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം എപ്പോഴാണ്? 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. എന്നാൽ അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1887 തൊട്ട് മുമ്പുള്ള വർഷം. അപ്പൊ 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, SNDP രൂപീകരിച്ച വർഷം എപ്പോഴാണ്? SNDP എന്താ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. രൂപീകരിച്ചത് എപ്പോഴാണ്? 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP സ്ഥാപിച്ചത്. എപ്പോഴാണ്? 1903 മെയ് 15.
SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ആരാണ്? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറി പദവി വഹിച്ചത് ആരാണ്? കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി പദവി വഹിച്ചത് കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാൻ. SNDP രൂപീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് SNDP രൂപീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച നവോത്ഥാന നായകൻ. ആരാണ്? ഡോക്ടർ പൽപ്പു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? വാവൂട്ട് യോഗമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. ഏതാണ്? വാവൂട്ട് യോഗം എന്നറിയപ്പെടുന്നു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയം. ഏതാണ്? വിവേകോദയം. എന്നാൽ ഇപ്പോൾ വിവേകോദയം അല്ല, ഇപ്പൊ എന്താണ്? മംഗളോദയമാണ്. ഇപ്പൊ ഏതാണ്? മംഗളോദയം. അപ്പൊ SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയം. എന്നാൽ ഇപ്പോൾ SNDPയുടെ മുഖപത്രം ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? മംഗളോദയമാണ്. ഏതാണ്? മംഗളോദയം. അടുത്ത ചോദ്യം, ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? വിവേകോദയമാണ്. എന്താ അറിയപ്പെടുന്നത്? ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് വിവേകോദയം. ഏതാണ്? വിവേകോദയം. അടുത്ത ചോദ്യം, ആരുടെ സ്മരണാർത്ഥമാണ് വിവേകോദയം മുഖപത്രം ആരംഭിച്ചത്? ആരുടെയാണ്? സ്വാമി വിവേകാനന്ദന്റെ. ആരുടെയാണ്? സ്വാമി വിവേകാനന്ദന്റെ സ്മരണാർത്ഥമാണ് വിവേകോദയം എന്ന മുഖപത്രം ആരംഭിച്ചത്. അതിനാ പേര് വെച്ച് കണക്ട് ചെയ്താൽ പോരെ? സ്വാമി വിവേകാനന്ദൻ വിവേകോദയം, അത്ര കണക്ട് ചെയ്താൽ മതി. അപ്പൊ ആരുടെ സ്മരണാർത്ഥമാണ് വിവേകോദയം മുഖപത്രം ആരംഭിച്ചത്? സ്വാമി വിവേകാനന്ദൻ. ശ്രീനാരായണ ഗുരു തന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തിരഞ്ഞെടുത്ത സ്ഥലം എവിടെയാണ്? ശിവഗിരിയാണ്. എവിടെയാണ്? ശിവഗിരി. ശ്രീനാരായണ ഗുരു തന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ശിവഗിരി. എവിടെയാണ്? ശിവഗിരിയാണ്. 1914 ശ്രീനാരായണ ഗുരു തിരുവണ്ണമലയിൽ പോയി സന്ദർശിച്ചത് ഏതു മഹത് വ്യക്തിയെയാണ്? ആരാണ്? രമണ മഹർഷിയെയാണ് 1914 ശ്രീനാരായണ ഗുരു തിരുവണ്ണമലയിൽ പോയി സന്ദർശിച്ചത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവരിച്ച ഒരാളെയും എൻ്റെ ഈ ലോക സഞ്ചാരത്തിനിടയിൽ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ആരാണ്ട്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത അല്ലേ? എന്തൊക്കെയാണ്? ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പിന്നെ ഏതാണ്? പിന്നെന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ആദ്യ നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനല്ലേ? ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിനാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ചത്. പിന്നെന്ത് പറഞ്ഞു? ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇവിടെ എന്താ ചോദ്യം? ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവരിച്ച ഒരാളെയും എൻ്റെ ഈ ലോക സഞ്ചാരത്തിനിടയിൽ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം എപ്പോഴാണ്? 1925 മാർച്ച് 12 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്. എപ്പോഴാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത്? 1925 മാർച്ച് 12. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയിലെ സംഭാഷണത്തിലെ പരിഭാഷകൻ ആരായിരുന്നു? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയപ്പോൾ ആ സംഭാഷണത്തിലെ പരിഭാഷകൻ ആരായിരുന്നു? N. കുമാരനാണ്. ആരാണ്? N. കുമാരനാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ സംഭാഷണത്തിലെ പരിഭാഷകനായിരുന്നത്. ആരാണ്? N. കുമാരനായിരുന്നു. അടുത്ത ചോദ്യം, വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനും ആണ്. ആരുടെ വാക്കുകളാണ്? എന്താണ്? വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. എന്താ വാക്കുകൾ? വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം ഏത് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത്?
എവിടെയാണ്? മുരിക്കുംപുഴ ക്ഷേത്രം. എവിടെയാണ്? മുരിക്കുംപുഴ ക്ഷേത്രത്തിലാണ് സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയത്. എവിടെയാണ്? മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം ഏതാണ്? വെള്ളയാണ്. ഏത് നിറമാണ്? വെള്ള നിറം. അപ്പൊ എപ്പോഴാണ് സമാധിയായത്? 1928 സെപ്റ്റംബർ 20 അദ്ദേഹം ധരിച്ച വസ്ത്രം ഏതാണ്? വെള്ളയാണ്. വസ്ത്രത്തിന്റെ നിറം വെള്ളയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്താണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്തിൽ പ്രത്യക്ഷപ്പെട്ടു? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി അതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഏത് രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്? ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഏത് രാജ്യത്തിന്റെയാണ്? ശ്രീലങ്കയുടെയാണ്. ശ്രീലങ്ക, ശ്രീനാരായണ, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ പോരെ. അപ്പോ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത്? ആരാണ്? തൈക്കാടയ്യാണ്. ആരുടെയൊക്കെ ഗുരുവാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്. അപ്പൊ എന്താ ആലോചിച്ചാൽ മതി? ഗുരുക്കന്മാരുടെ ഗുരു, അങ്ങനെ ആലോചിച്ചൂടെ? അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട് അയ്യ. പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യ. പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. അടുത്ത ചോദ്യം, ജനങ്ങൾ സൂപ്രണ്ടയ്യ എന്ന് വിളിച്ചിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യയാണ്. ജനങ്ങൾ എന്ത് വിളിച്ചു? സൂപ്രണ്ടയ്യ എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. തൈക്കാട് അയ്യ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ആരാണ്? സ്വാതി തിരുനാൾ. ശിവരാജയോഗം എന്ന ആശയം ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നവോത്ഥാന നായകൻ എന്താണ്? ശിവരാജയോഗം എന്ന ആശയം ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, രാജ രവിവർമ്മ, AR രാജരാജവർമ്മ, സ്വാതി തിരുനാൾ എന്നിവരുടെ ഗുരുവായിരുന്ന നവോത്ഥാന നായകൻ ആരുടെയൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, രാജ രവിവർമ്മ, AR രാജരാജവർമ്മ, സ്വാതി തിരുനാൾ എന്നിവരുടെ ഗുരുവായിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യ. അതുകൊണ്ട് എന്തറിയപ്പെടുന്നു? ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നു. ആര്? തൈക്കാട് അയ്യ. അടുത്ത ചോദ്യം, പന്തിഭോജനം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ. എന്താ ചോദ്യം? പന്തിഭോജനം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യയാണ്. ആരാണ്? തൈക്കാട് അയ്യ. എന്ത് നടപ്പിലാക്കി? പന്തിഭോജനം നടപ്പിലാക്കിയത് തൈക്കാട് അയ്യയാണ്. ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യയാണ്. ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യ. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ തുടങ്ങിയത് ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? തൈക്കാട് അയ്യയുടെയാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ തുടങ്ങിയ വാക്കുകൾ ആരുടെയാണ്? തൈക്കാട് അയ്യയുടെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. എന്താ ചോദ്യം? ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ.
ഏത്താപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഏത് സമരം? ഏത്താപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അടുത്ത ചോദ്യം, ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. എന്തറിയപ്പെടുന്നു? ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. എന്തറിയപ്പെടുന്നത്? ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നു. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? റിട്ടി ലൂക്കോസ് ആണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. റിട്ടി ലൂക്കോസ്. ഡോക്ടർ പൽപ്പുവിന്റെ ബാല്യകാല നാമം. ഡോക്ടർ പൽപ്പുവിന്റെ ബാല്യകാല നാമം എന്താണ്? കുട്ടിയാപ്പി. എന്താണ്? കുട്ടിയാപ്പി എന്നാണ് ഡോക്ടർ പൽപ്പുവിന്റെ ബാല്യകാല നാമം. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരി ആര്? ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടർ പൽപ്പു. അടുത്ത ചോദ്യം, ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു. ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഡോക്ടർ പൽപ്പു അല്ല കേട്ടോ, സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ച ആളാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു എന്തറിയപ്പെടുന്നു? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ആരാണ്? കുമാരനാശാനാണ്. എന്താ അറിയപ്പെടുന്നത്? ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കുമാരനാശാനാണ്. എന്നാൽ ഡോക്ടർ പൽപ്പുവിന്റെ പുത്രൻ കുമാരനാശാനല്ല. ആരാണ്? ആനന്ദ തീർത്ഥനാണ് ഡോക്ടർ പൽപ്പുവിന്റെ പുത്രൻ. അപ്പൊ ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യൻ ആരാണ്? ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യൻ ആനന്ദ തീർത്ഥനാണ്. ആരാണ്? ആനന്ദ തീർത്ഥൻ. അതെങ്ങനെ കണക്ട് ചെയ്യാ? അതോടെ തീർത്തു. ലാസ്റ്റത്തെ അല്ലേ, അവസാനത്തെ അല്ലേ, അതോടെ തീർത്തു. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ആനന്ദ തീർത്ഥൻ, അതോടെ തീർത്തു. അപ്പൊ അവസാനത്തെ ശിഷ്യനാണ് ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യനാണ് ആനന്ദ തീർത്ഥൻ. എങ്ങനെ കണക്ട് ചെയ്യണം? അതോടെ തീർത്തു. നിർത്തലാക്കിയല്ലേ, ലാസ്റ്റത്തെ അല്ലേ, അപ്പൊ അങ്ങനെ തീർത്തു എന്ന് കണക്ട് ചെയ്ത ആനന്ദ തീർത്ഥൻ എന്ന് കിട്ടും. അടുത്ത ചോദ്യം, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് നവോത്ഥാന നായകനാണ്? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലൂർ കണ്ണമ്മൂല. എവിടെയാണ്? കൊല്ലൂർ കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമാണ് കൊല്ലൂർ കണ്ണമ്മൂല. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. എപ്പോഴാണ്? ഓഗസ്റ്റ് 25-നാണ്. എപ്പോഴാണ്? ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അന്നാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അടുത്ത ചോദ്യം, സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാ? ചട്ടമ്പി സ്വാമികളാണ്. എന്തറിയപ്പെടുന്നു? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. പിന്നെ എന്തറിയപ്പെട്ടു? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, അല്ലെങ്കിൽ കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ ഗുരുവായ തൈക്കാടയ്യാണ്. ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് തൈക്കാടയ്യാണ്. തൈക്കാടയ്യ. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികൾക്ക് ആത്മജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ആത്മജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ഇത് നമ്മൾ കോഡിലൂടെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. അപ്പൊ ആ കോഡിലൂടെ ഉള്ള ക്ലാസ് കണ്ടവർക്ക് എന്തായാലും ഇതിന്റെ ഉത്തരം കിട്ടും.
എവിടെയാണ്? ചട്ടമ്പി സ്വാമികൾക്ക് ആത്മജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ആ കോഡിലൂടെ ഉള്ള ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. താഴെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം. തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിക്കുവാൻ റാണി സേതു ലക്ഷ്മിബായിയോട് നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ. തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിക്കുവാൻ റാണി സേതു ലക്ഷ്മിബായിയോട് നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിക്കുവാൻ റാണി സേതു ലക്ഷ്മിബായിയോട് നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ. അടുത്ത ചോദ്യം. പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. എന്താണ്? പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് പട്ടിസദ്യ സംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഇങ്ങനെ സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ആരെ കുറിച്ചാണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഇങ്ങനെ സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ആരെ കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം. അദ്ദേഹം ഒരു ഗരുഡനാണ് എങ്കിൽ ഞാൻ ഒരു കൊതുക് മാത്രമാണ് എന്ന് വിവേകാനന്ദനെ കുറിച്ച് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ. എന്താണ്? അദ്ദേഹം ഒരു ഗരുഡനാണ് എങ്കിൽ ഞാൻ ഒരു കൊതുക് മാത്രമാണ് എന്ന് വിവേകാനന്ദനെ കുറിച്ച് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്താണ്? അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം. വേദപഠനം ബ്രാഹ്മണരുടെ കുത്തകയല്ല എന്ന സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി. എന്താണ്? വേദപഠനം ബ്രാഹ്മണരുടെ കുത്തകയല്ല എന്ന് സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. ഏതാണ്? വേദാധികാര നിരൂപണം. വേദപഠനം ബ്രാഹ്മണരുടെ കുത്തകയല്ല എന്ന് സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അടുത്ത ചോദ്യം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയിലെ അഭിപ്രായങ്ങളെയാണ് ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതിയിലൂടെ ഖണ്ഡിച്ചത്. അപ്പൊ മോക്ഷപ്രദീപ ഖണ്ഡനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അടുത്ത ചോദ്യം. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ആരാണ്? സർദാർ KM പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. എന്താണ്? കേരള മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതും സർദാർ KM പണിക്കരാണ്. എന്ത് വിശേഷിപ്പിച്ചു? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കരാണ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം. NSS സ്ഥാപിച്ച വർഷം എപ്പോഴാണ്? 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. എപ്പോഴാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്? 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? K. കേളപ്പനാണ്. ആരാണ്? K. കേളപ്പനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ അധ്യക്ഷൻ. K. കേളപ്പൻ. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? K. കേളപ്പനാണ്. എന്തറിയപ്പെടുന്നു? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനാണ്.
1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? എന്താ ചോദ്യം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ കേളപ്പനാണ്. ആരാണ്? കെ കേളപ്പൻ. അടുത്ത ചോദ്യം, പത്മശ്രീ നിരസിച്ച ആദ്യ മലയാളി ആരാണ്? പത്മശ്രീ നിരസിച്ച ആദ്യ മലയാളി കെ കേളപ്പനാണ്. ആരാണ്? കെ കേളപ്പനാണ് പത്മശ്രീ നിരസിച്ച ആദ്യ മലയാളി. അടുത്ത ചോദ്യം, വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ എന്താണ്? വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളി. പിന്നെ ഏതാണ്? കല്ലുമാല സമരം നടത്തിയത് ആരാണ്? കല്ലുമാല സമരം നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തിയത്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാണ് അയ്യങ്കാളി. അടുത്ത ചോദ്യം, പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. വിദ്യയിലൂടെ ഔന്നത്യം നേടുക ആരുടെ വാക്കുകളാണ്? അയ്യങ്കാളിയുടെയാണ്. എന്താണ്? വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്നത് ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? അയ്യങ്കാളിയുടെ വാക്കുകളാണ്. എന്താണ്? വിദ്യയിലൂടെ ഔന്നത്യം നേടുക. അടുത്ത ചോദ്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, കല്ലായ ദൈവത്തിന് കാണിക്ക വെക്കാതെ ആ പണം കൊണ്ട് നിന്റെ കുഞ്ഞിന് ആഹാരം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ എന്താ പറഞ്ഞത്? കല്ലായ ദൈവത്തിന് കാണിക്ക വെക്കാതെ ആ പണം കൊണ്ട് നിന്റെ കുഞ്ഞിന് ആഹാരം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. അടുത്ത ചോദ്യം, കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ശ്രദ്ധിച്ചു കേൾക്കണം, കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അടുത്ത ചോദ്യം, കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകൻ എന്താ ചോദ്യം? കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകൻ. ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. എന്ത് രചിച്ചു? ജാതിക്കുമ്മി എന്ന കൃതി പണ്ഡിറ്റ് കെ പി കറുപ്പന്റേതാണ്. അപ്പൊ ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അടുത്ത ചോദ്യം, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. എന്തറിയപ്പെടുന്നു? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാടയ്യാണ്. ആരാണ്? തൈക്കാടയ്യ. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്തറിയപ്പെടുന്നു? സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നു. കാഷായം ധരിക്കാത്ത സന്യാസി എന്നും കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ചോദ്യം, മനസ്സാണ് ദൈവം, മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗമാണ് രാജയോഗം. എന്താ ചോദ്യം? മനസ്സാണ് ദൈവം, മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗമാണ് രാജയോഗം എന്നിവ ആരുടെ വാക്കുകളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്.
മനസ്സാണ് ദൈവം, മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗമാണ് രാജയോഗം എന്നിവ ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ്. അടുത്ത ചോദ്യം, മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇവിടെ എന്താ ചോദ്യം? മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാരാണ്? ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചതാരാണ്? ആരാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത്? ആരാണ് മോക്ഷപ്രദീപ ഖണ്ഡനം? ആ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യും. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ മോക്ഷപ്രദീപ ഖണ്ഡനം ആര് രചിച്ചു? ആരാ രചിച്ചത്? അപ്പൊ ഉത്തരം അറിയാവുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്